അഫീനെ ബസ് കയറ്റി വിട്ടിട്ട് വീട്ടിൽ വന്നാൽ പിന്നെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 മണിയെങ്കിലും ആവണം കേട്ടോ. അത്രയും സമയം ഓടി നടന്ന് കിടന്ന് പണിയായിരിക്കും. അപ്പോൾ ഇതേ ഞാൻ വന്നപ്പോഴേക്കും മറ്റുമിച്ച് ചായ കുടിയൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ മറ്റുമിച്ചിക്കുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. നമ്മുടെ അടുക്കളയുടെ അവസ്ഥ കണ്ടില്ല, ഇതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി ഇടണം ഇനി. അപ്പോൾ നിധിക്കുട്ടി ഞാൻ വന്ന സമയത്ത് ഉറങ്ങായിരുന്നു. ഇനി അവൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചു. പിന്നെ അതേ പാത്രം കഴുകാനോട്ടോ, ഇതാണ് മെയിൻ പരിപാടി. കാരണം നമ്മൾ രാവിലത്തെ എല്ലാ പണികളും കഴിയുമ്പോഴത്തേക്കും ആ ഒരു വാഷ് ബേസിൻ നിറച്ചും പാത്രങ്ങളുണ്ടാവും. ഇതാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യം. നമ്മൾ അപ്പം എടുക്കുന്ന പാത്രം കഴുകി വെച്ചാൽ പോലും എന്ത് ചെയ്താലും തീരാത്തൊരു പണിയാട്ടോ ഈ പാത്രം കഴുകുക. അങ്ങനെ തന്നെ നിധിമോൾ എഴുന്നേറ്റു, അവൾക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ മഴയായതുകൊണ്ട് നമ്മൾ അകത്ത് തന്നെയാണ് കേട്ടോ തുണി വിരിച്ചിടുന്നത്. നിധിക്കുട്ടിയാണെങ്കിൽ മഴയത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാനുള്ള പരിപാടിയൊക്കെയാണ്. പക്ഷേ വെള്ളം കാണുമ്പോൾ ആൾക്ക് ചെറിയ പേടിയാവുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ ഒഴിച്ചുകറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഏകദേശം ഒരു 11-12 മണിയൊക്കെ ആയ സമയത്താണ് ഇത് കറി വെക്കുന്നത്. പിന്നെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ കേട്ടോ. അതെല്ലാം കഴിഞ്ഞത് സ്വസ്ഥമായിട്ട് മുൻവശത്ത് വന്നിരുന്ന് മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.